എറണാകുളം കളമശ്ശേരി നഗരസഭയിലെ ഡംപിംഗ് യാർഡിലെ മാലിന്യങ്ങൾ നീക്കാനുള്ള നടപടികൾ അന്തിമഘട്ടത്തിൽ. മന്ത്രിമാരായ പി രാജീവും എം.പി. രാജേഷും സ്ഥലത്തെത്തി ബയോ മൈനിങ്ങിന്റെ പുരോഗതി വിലയിരുത്തി. വീണ്ടെടുക്കുന്ന ഭൂമിക്ക് ഏകദേശം 50 കോടി രൂപയാണ് മൂല്യം കണക്കാക്കുന്നത്. ദേശീയപാതയോട് ചേർന്ന് അപ്പോളോ ടയേഴ്സിന് സമീപത്തായാണ് പൊന്നും വിലയുള്ള ഭൂമിയുള്ളത്. എന്നാൽ വർഷങ്ങളായി മാലിന്യം അടിഞ്ഞുകൂടി ഉപയോഗിക്കാനാകാത്ത സ്ഥിതിയിലാണ് ഇവിടം. 1.65 ഏക്കർ വരുന്ന ഈ സ്ഥലം വീണ്ടെടുത്ത് ഉപയോഗപ്രദമാക്കാനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലെത്തി. ഡംപിംഗ് യാർഡിലെ മാലിന്യങ്ങൾ ബയോ മൈനിങ് ആൻഡ് ബയോ റെമഡിയേഷൻ പ്രക്രിയയിലൂടെയാണ് നീക്കം ചെയ്യുന്നത്. ബ്രഹ്മപുരത്ത് നിന്ന് ഉദ്ഘാടനം ചെയ്യും. 2 മാസം കഴിഞ്ഞാൽ പാലക്കാട്ടെ CBG പ്ലാന്റ് ഉദ്ഘാടനമാവും. കോഴിക്കോടും കൊല്ലത്തും MOU ഒപ്പുവെച്ച് കഴിഞ്ഞു. തൃശ്ശൂരിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്തും ചങ്ങനാശ്ശേരിയിലും ഇനി വരാൻ പോകുന്നു. 7 കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റ് വരികയാണ്. വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിലാണത്. മാർച്ചിൽ പൂർത്തിയാക്കാനാകുന്ന തരത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത്. 1 മാസത്തിനുള്ളിൽ ഈ പ്രവർത്തികൾ പൂർത്തീകരിക്കും. അപ്പോൾ ഇവിടെ 1.5 ഏക്കർ സ്ഥലം വീണ്ടെടുക്കാനാവും. അത് 2 ഏക്കർ വരും. 2 ഏക്കർ വരും. നഗരസഭയ്ക്ക് അത് പ്രയോജനകരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. വേസ്റ്റ് മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. മാലിന്യം മുഴുവൻ നീക്കി നിരപ്പാക്കുന്നതോടെ ഭൂമി മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനാവും. ലോകബാങ്കിന്റെ സഹായത്തോടെ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മാലിന്യം നീക്കം ചെയ്യുന്നത്. 9.20 കോടി രൂപയാണ് പദ്ധതിക്ക് ചെലവിടുന്നത്. സംസ്ഥാനത്ത് ബയോമൈനിങ് നടക്കുന്ന 20 സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ അളവിൽ മാലിന്യ നിക്ഷേപമുള്ളത് കളമശ്ശേരിയിലാണ്. ന്യൂസ് മലയാളം, കൊച്ചി.